അമ്മ എനിക്ക് തേങ്ങ വെള്ളം. നീ മാങ്ങയുടെ കൂടെ തേങ്ങയും കൂടിയാ കുളിച്ചിട്ട് അകത്ത് കയറിക്കേ. മോനെ, ആരാ എന്റെ മോൻ? നമസ്കാരം. ഞങ്ങള് കൊത്തിലപ്പള്ളി SLV സ്കൂളിലെ സാറുമാരാ. ഞാനങ്ങ് പേടിച്ചു പോയി. ഞങ്ങള് മോനെ ഞങ്ങളുടെ സ്കൂളിലേക്ക് വിളിക്കാൻ വന്നതാ. മോന്റെ അച്ഛൻ അപ്പുറത്തുണ്ട്, ഞാൻ വിളിക്കാം. മോനെ, എന്തുവാടാ നിന്റെ പേര്? ടീച്ചറേ വാ, ടീച്ചറിനോടാ അവന് കൂടുതൽ ഇഷ്ടം. ആണോ മോനെ? വാ, അതോട്ടിരിക്കാം. അയ്യോ വേണ്ട, ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതാ. ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം. ഒരുമാതിരി പണി. ഞാൻ തേങ്ങ എങ്ങോട്ട് കൊണ്ട് വെച്ചിട്ട് വരട്ടെ. ഞാനും വരുന്ന ചേച്ചി. ചേട്ടാ, കുട്ടികളുടെ ഭാവി ശോഭനമാവണമെങ്കിൽ ഇന്ന് കൊത്തിലപ്പള്ളി സ്കൂൾ പോലൊരു സ്കൂള് കേരളത്തിൽ കാണത്തില്ല. ഇത്തവണ 23 A+. അല്ല, കുറെ പേര് തോറ്റെന്ന് കേട്ടല്ലോ. അതൊരു ഗതിയില്ലാത്ത വീട്ടിലെ പിള്ളേരാ, ഒരു ട്യൂഷന് പോലും വിടത്തില്ല. അപ്പൊ ട്യൂഷന് പോയാലേ ജയിക്കത്തുള്ളില്ലേ? അയ്യോ, അതങ്ങനല്ല. ഏക്കും ചെല്ലും ഇല്ലാതെ വളരുന്ന കുറെ പിള്ളേരുണ്ടല്ലോ. ഞങ്ങള് പിന്നെ എന്ത് ചെയ്യാനാ? ചേട്ടാ, ഉള്ളത് പറയാമല്ലോ. ഡിവിഷൻ ബാൽ ഉണ്ടായ ഞങ്ങളുടെ ജോലിയെ ബാധിക്കും. ദേ, അകത്തോട്ട് പോയ ആ ടീച്ചറിന്റെ കാര്യം. ടീച്ചർക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടായില്ലയോ? ഓ, ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട്. ടീച്ചറിന്റെ മോൾ എവിടാ പഠിക്കുന്നേ? അത് നമ്മുടെ മോഡേൺ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അവിടാ. അപ്പൊ ഇവിടെ മോനെ അങ്ങനെ ഉള്ളിടത്ത് വിട്ടാ മതിയായിരുന്നു. അയ്യോ, അത് നിങ്ങളെപ്പോലുള്ളവർക്ക് താങ്ങാൻ പറ്റത്തില്ല. എനിക്കൊക്കെ ഇത്രയും ശമ്പളം ഉണ്ടായിട്ട് പറ്റുന്നില്ല. അപ്പോഴാ. അപ്പൊ ഇനി ടീച്ചർക്കും പാടായിരിക്കും അല്ലയോ? അതെന്താ? അല്ല, ഇത്തവണ കുട്ടികളില്ലെങ്കിൽ ടീച്ചറുടെ ജോലി പോകുന്നില്ലയോ പറഞ്ഞു? മോനുള്ള സ്കൂൾ ബാഗാ. നോക്കിക്കേ, ഇതിനകത്തെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ ഉണ്ട്. എന്തുവാടാ അവിടെ കാണാൻ വെക്ക. അയ്യോ, ഇത്രയും ബാഗ് എവിടുന്ന ചേച്ചി? അതോ, എത്ര സ്കൂളുകാരാന്നറിയോ ഇവിടെ വന്നത്? ബാഗ് മാത്രമല്ല, വാട്ടർ ബോട്ടില്, കൊട, ഇൻസ്ട്രുമെന്റ് ബോക്സ്, അതുകൂടാതെ 1 വർഷത്തെ ട്യൂഷൻ ഫീ വരെയാ തന്നിരിക്കുന്നത്. ഇതൊന്നും ഇവിടെ ഒന്നും നടക്കത്തില്ല. അവന്മാര് ബാഗും ബോക്സും മാത്രമല്ല കൊടുത്തേക്കുന്നത്, എന്തോരം പൈസയാ കൊണ്ട് എറിഞ്ഞു കൊടുത്തേക്കുന്നതെന്ന് അറിയാമോ? 1 വർഷത്തെ ട്യൂഷൻ ഫീസ് വരെ എറിഞ്ഞു കൊടുത്തേക്കുന്നത്. പിന്നെ ചുമ്മാണോ ഞാൻ പറഞ്ഞത് കുറച്ച് കാശ് ഇറക്കണമെന്ന്? ഇപ്പോഴേ 2739 രൂപ എന്റെ സ്വന്തം കയ്യിൽ നിന്ന് ഞാൻ ഇറക്കിയിട്ടുണ്ട്, അറിയാമോ? ഈ ഒരാഴ്ച കൊണ്ടേ ഞാൻ 650 രൂപ പെട്രോൾ അടിച്ചത്. ബുധനാഴ്ചത്തെ ഊണ്, ഇന്നലത്തെ ചായ എല്ലാം കൂടെ 760 രൂപ ഞാനാ കൊടുത്തത്. ഒന്ന് ചുമ്മാ ഇരി സാറേ. ഇന്നലത്തെ ചായയുടെ മോണ്ടയുടെ 120 രൂപ ഞാനാ കൊടുത്തത്. ഇപ്പൊ എന്റെ വണ്ടിക്ക് പെട്രോൾ പോലും ഇല്ല. എന്തോ ടീച്ചറെ, പെട്രോൾ അടിക്കാൻ കാശ് വേണം? അയ്യോ അതല്ലേ, ഞങ്ങളിങ്ങനെ. എന്നാ ശരി, എന്നാ പോട്ടെ. എല്ലാ വർഷവും ഇങ്ങനെ സ്കൂളിൽ വിടാൻ ഓരോ പിള്ളേരുണ്ടായിരുന്നേ, അടിപൊളിയായിരുന്നു.